30 കൊല്ലം കഷ്ടപ്പെട്ടുണ്ടാക്കി ഇബാദത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന 6 സമയങ്ങളിൽ ഒരു സമയമേതെന്നറിയുമോ? നിങ്ങളെ ബാങ്ക് പിടിക്കുന്ന സമയത്ത് ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 30 കൊല്ലം ചെയ്ത ഇബാദത്ത് നഷ്ടപ്പെട്ടു പോയി. പെങ്ങള് 30 കൊല്ലം നീ ഓടിയതും നീ കൊടുത്തതും നീ ചെയ്തതുമെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് അലിയാരി തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, കളിക്കേണ്ട സമയമല്ല, തമാശ പറയേണ്ട സമയമല്ല, ചിരിക്കേണ്ട സമയമല്ല, വിശേഷം ചോദിക്കേണ്ട സമയമല്ല. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ പല പ്രായമുള്ള പിതാക്കന്മാരെയും കണ്ടിട്ടില്ലേ? പള്ളിയിൽ ഹൗലിന്റെ കരയിൽ ഇരുന്നുണ്ട് പടച്ചവനെ ഒതുവെടുത്തുകൊണ്ടിരിക്കുന്നവർ പോലും ഒതുവ് നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച കാണുന്നവരല്ലോ. അവര് ബാങ്കിനെ ബഹുമാനിക്കുന്നവരാ, അവര് ബാങ്കിനെ ആദരിക്കുന്നവരാ. അതുകൊണ്ട് പ്രവാചകൻ പറയുന്ന മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം ഇവരാണെന്ന് പറയുമ്പോ, പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സഹാബാ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന, വാപ്പയെ തല്ലുന്ന, കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കള്. നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, എത്ര ഹജ്ജ് ചെയ്തവനാണെങ്കിലും, സ്വന്തമാകട്ടെ പള്ളി കെട്ടിക്കൊടുത്തവനാണെങ്കിലും, നമസ്കാരത്തിന്റെ തടമ്പ് നിന്റെ നെറ്റിത്തടത്തിലുണ്ടെങ്കിലും, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളുണ്ടല്ലോ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. പ്രവാചകൻ സഹാബികളെ കുറിച്ച് പറഞ്ഞത്, അസ്വഹാബി കന്നുജൂം, എന്റെ സ്വഹാബികളെ നക്ഷത്ര തുല്യരാണ്, ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പ്രവാചകന് പറഞ്ഞതെന്നോ. ആ സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ, മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ. ആ സമയത്ത് സ്വഹാബികൾ അടുത്തിരുന്നിട്ട് പറഞ്ഞു കൊടുത്തു, അൽഖമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാ. അൽഖമയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ അവിടുത്തെ നാവ് പൊങ്ങുന്നില്ല, അവിടുന്ന് പറയാൻ കഴിയുന്നില്ല. എല്ലാവരും കൂടെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുകയാണ്, സ്വഹാബാ, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ? അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി ചോദിക്കുകയാ, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്. പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു വിളിച്ചു കൊണ്ടുവരാൻ അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരികയാ. പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, ഉമ്മാ, നിങ്ങളുടെ പൊന്നുമോനുമായിട്ട് നിങ്ങൾ എങ്ങനെയാ ഉമ്മാ? അവിടുന്ന് പറയുന്നു, നബിയേ, എന്റെ അൽഖമാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ, എനിക്ക് ജീവനായി നബിയേ. എന്നെ അവന് വല്ലാത്ത ഇഷ്ടമായിരുന്നു, എനിക്കും അവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷേ അവന് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ പഴയ സ്നേഹം എന്നോടില്ല നബിയേ. അവൻ എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാ, എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ്. അതുകൊണ്ട് എന്റെ മനസ്സു വല്ലാതെ വേദനിച്ചു നബിയേ. ചരിത്രം പറയുന്ന ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു, എങ്കിലും ഉമ്മാന്റെ മനസ്സു വേദനിച്ചു, എങ്കിലും ഉമ്മാന്റെ മനസ്സു വേദനിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ഉമ്മാ, നിങ്ങളുടെ പൊന്നുമോനൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുവോ? സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല, അവിടെന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോ അൽഖമയുടെ ഉമ്മ പറയുന്നു, നബിയേ,
ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചതാ. അവൻ എന്നെ വേദനിപ്പിച്ചു നബിയേ, എന്നെ മറന്നുപോയി നബിയേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, അതുകൊണ്ട് ഞാൻ അവന് പൊരുത്തപ്പെടില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ഉമ്മയുടെ പൊരുത്തമില്ലാത്ത അൽക്കമയെ കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവനെ കത്തിച്ച് കളയാ പറയുമ്പോ നിങ്ങള് അവസാനം തന്റെ പൊന്നാര മകനെ കത്തിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോ സഹിക്കാൻ കഴിയാതെ പറഞ്ഞുപോയി, നബിയേ, എന്നെ എത്ര ഉപദ്രവിച്ചവനാണെങ്കിലും അവൻ എന്റെ പൊന്നുമോനാണല്ലോ, അതുകൊണ്ട് ഞാൻ അവനെ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. പറഞ്ഞു തീർന്നപ്പോഴാണ് അൽക്കമ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴാണ് ഷഹാദത്ത് കലിമ പറയാൻ കഴിഞ്ഞതെന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാറുള്ളത്, മോനെ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലെങ്കിൽ ദുനിയാവുമില്ല, ആഖിറവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിലാണ്. ഒരിക്കൽ ചോദിക്കുന്നു ജിബ്രീൽ, എന്റെ സമുദായത്തിലെ ആരെങ്കിലും നരകത്തിൽ കിടക്കുന്നുണ്ടോ ജിബ്രീൽ? യാ റസൂലല്ലാഹ്, ഒരു വിഭാഗം ജനങ്ങളുണ്ട് നബിയേ. അല്ലാഹു ഉടനെ പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാഹ്, ആ നരകത്തിൽ കിടക്കുന്ന എന്റെ സമുദായത്തിന് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു പറയുന്നു, ഇല്ല നബിയേ, അവർക്ക് ഞാൻ സ്വർഗ്ഗം കൊടുക്കൂല. പ്രവാചകൻ രണ്ടാമതും ദുആ ചെയ്തു, അവർക്ക് ഞാൻ സ്വർഗ്ഗം കൊടുക്കൂല. പ്രവാചകൻ മൂന്നാമതും ദുആ ചെയ്തു, അവർക്ക് ഞാൻ സ്വർഗ്ഗം കൊടുക്കില്ല നബിയേ. എന്തേ അല്ലാഹ് അവർക്ക് സ്വർഗ്ഗം കൊടുക്കാത്തതിന്റെ കാരണം എന്തേ അല്ലാഹ്? നബിയേ, അവർക്ക് സ്വർഗ്ഗം കൊടുക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് സ്വർഗ്ഗം കൊടുക്കാൻ പറ്റൂല. കാരണം മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കൾക്ക് സ്വർഗ്ഗം ഹറാമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, റബ്ബേ, എനിക്ക് അവരെ കാണാനെന്ന് അവസരം തരുവോ? അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ. നരകത്തിന്റെ തീക്കകത്ത് കിടന്ന് യാചിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങളെ കൈവിടല്ലേ നബിയേ, ഞങ്ങൾക്കങ്ങല്ലാതെ ആരുമില്ല നബിയേ. പ്രവാചകൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, നാഥാ, ഈ നരകത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ മാതാപിതാക്കളെ എനിക്കൊന്ന് കാണിച്ചു തരുവോ? റസൂലുള്ളാഹി ഓരോ മനുഷ്യന്റെയും മാതാവിന്റെ അടുക്കൽ പോവുകയാണ്. അവിടുന്ന് തന്റെ പൊന്നുമോന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പൊരുത്തം കൊടുത്താലേ അവർക്ക് സ്വർഗ്ഗം കിട്ടൂ. മാതാപിതാക്കൾ പറയുന്നു, ഇല്ല നബിയേ, ഞാനല്ലേ ചുമന്നത്, ഞാനല്ലേ പാല് കൊടുത്തത്, ഞാനല്ലേ പട്ടിണി കിടന്നിട്ട് ഇതുപോലെ ഞാൻ വളർത്തിയിട്ടും അവൻ എന്നെ വേദനിപ്പിച്ചവനാണ് നബിയേ, പൊരുത്തപ്പെട്ട് കൊടുക്കില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നാദാ, നരകത്തിൽ കിടക്കുന്ന ഇവരുടെ മക്കള് ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. നരകത്തിൽ കിടന്ന് എരിയുന്ന കാഴ്ച കാണുമ്പോ മാതാവിനെ സഹിക്കുന്നില്ലോ. അവരവസാനം പൊരുത്തപ്പെട്ട് കൊടുത്തതിന് ശേഷമാണ് അല്ലാഹു അവർക്ക് സ്വർഗ്ഗം കൊടുക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന് സ്വർഗ്ഗം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചവന് സ്വർഗ്ഗം കിട്ടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എത്ര നല്ല മനുഷ്യനാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും തന്റെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ച അവന്റെ ആഖിബത്ത് മോശമായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മായെ തല്ലുന്ന മക്കളുണ്ട്, വേദനിപ്പിക്കുന്ന മക്കളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 പാപങ്ങൾ
പാപങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ, 3 തെറ്റ് ചെയ്യുന്ന മനുഷ്യന് മരണത്തിന് ശേഷമല്ല ശിക്ഷ. 3 തെറ്റുകൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ചിലര് വാച്ചി നോക്കുന്നു, 11 കാലായില്ലേ, അതുകൊണ്ടാണോ? ചിലരൊക്കെ അവരവരുടെ വാച്ചുകളിൽ നോക്കുന്നു, ഉസ്താദ് പറഞ്ഞ സമയമായത് നിർത്താറായോപ്പാ. മൈക്ക് സെറ്റുകാരൻ എന്താ ഒരിത്തിരി എന്തോ ഒരു ചെറിയൊരു പോരായ്മ തോന്നി, എന്തെങ്കിലും വെച്ച തൊണ്ട ചെറുതായിട്ട് പിടിക്കും. ഇതപ്പൊ നിർത്തണോ പറയണോ? നിർത്തണോ പറയണോ? എന്ത് വേണം? എനിക്കിന്ന് വലിയ സന്തോഷം. 2 ആഴ്ചക്ക് ശേഷം ഞാൻ വീട്ടിൽ പോണേ. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ വീട്ടിൽ പോകാൻ. രാവിലെ മോൻ ഉണരുന്നതിന് മുമ്പെങ്കിലും ഒന്ന് പോയി കാണണം, അതെന്റെ ആഗ്രഹം. അതുകൊണ്ട് നിർത്തണോ പറയണോ? നിങ്ങൾ പറ, വേണോ വേണ്ടേ? വേണോന്നുള്ളവരൊന്ന് കൈപൊക്കിക്ക്. പൈസ ചോദിക്കുമ്പോഴും ഇതുപോലെ പൊക്കിക്കോണം. ഞാൻ പൈസ ചോദിക്കുമ്പോഴും ഈ ഉഷാറ് കാണണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഈ ഉയർത്തിയ കൈ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിൽ നീട്ടി യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാഹ്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ദാരിദ്ര്യം നൽകല്ലേ പടച്ചവനെ. ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 4 കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും പോയിട്ട് മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, വീട് വെക്കാൻ പൈസയില്ല, യാചിക്കേണ്ട ഒരവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് ആർക്കും തരില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സൂക്ഷിച്ചൂടെ? ഈ ഫാനങ്ങ് തിരിച്ചു വെച്ചേപ്പോ അത് ഉസ്താദാണ്. സംഘാടകരാരും ഇല്ലേ? അമ്മരിലിറങ്ങി ഓടിയോ? യുവജന കൂട്ടായ്മ എന്തേപ്പ ഒന്ന് തിരിച്ചു പോയി. ഇപ്പൊ ഉസ്താദന്മാരെ ഇരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു തരാൻ പോലും ആരും ഇല്ലല്ലോ. ഇപ്പൊ എന്തേ ഉസ്താദന്മാരെ കൊണ്ട് ഒഴിപ്പിക്കാടാ? എന്തേപ്പാ തടിച്ച ചങ്ങാതി? എന്തേപ്പാ കല്യാണ പയ്യൻ? എന്താ ഒരു പേരെന്തായിരുന്നു? എന്തോടെ സർവറോ? എന്താ എന്റെ പേരെന്താ? ഓന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചേക്കാം. അള്ളാഹു അവന്റെ നല്ലൊരു സാലിഹത്തായ പെണ്ണിനെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ച മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകില്ല. അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പൈസ ചെലവുള്ള കാര്യമൊന്നുമല്ല, പേടിക്കണ്ട. പൈസ ചെലവുള്ള കാര്യമൊന്നുമല്ല, കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? വേണമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ട് ബർക്കത്തുണ്ടായിട്ട് എനിക്കൊന്നുമില്ലല്ലോ. കിട്ടുമ്പോ പാവങ്ങൾക്ക് കൊടുത്താൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതെന്റിപ്പോ ഇവിടെ കണ്ടില്ലേ, 10 പവൻ സ്വർണം. അള്ളാഹുവേ, ഒരു പാവപ്പെട്ട പെൺകുട്ടി ഞാൻ ആലോചിക്കണം. ഞാനുമാണെങ്കിൽ പടച്ചവനെ, ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഞാൻ ജോലി ചെയ്യണ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിലാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടി അവിടെയാണെങ്കിൽ 10-35ഓളം പവൻ സ്വർണം. ഞാനും കബീർ കബീർ ഉസ്താദും വഴുത പറഞ്ഞിട്ട് 35 പവൻ സ്വർണം പിരിച്ചു. യതീമായ പെൺകുട്ടിയെ കെട്ടിക്കാന്ന് പറഞ്ഞിട്ടാ സ്വർണം പിരിച്ചത്. പക്ഷെ കെട്ടിച്ചതൊക്കെ യതീമായിരുന്നില്ല. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു. അപ്പൊ നാട്ടുകാരൊക്കെ ചിലരൊക്കെ ഇങ്ങനെ പരാതി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എങ്കിൽ ഒരു 10 പവൻ സ്വർണം ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു തരാം, ആ പാവം തീരാൻ വേണ്ടി. ഒരു യതീമായ കുട്ടിയെ നമുക്ക് വിവാഹം കഴിക്കണം. അങ്ങനെ അൽഹംദുലില്ലാ പലരും സഹായിച്ചൊരു 10 പവൻ സ്വർണം, 12ഓളം പവൻ സ്വർണം കിട്ടി. അങ്ങനെ ഒരു കൊച്ചിനെ കണ്ടു, എല്ലാം നിശ്ചയിച്ചു, കല്യാണം വരെ നിശ്ചയിച്ചു. വിവാഹത്തിന് തലേ ദിവസം ഈ കൊച്ചു ഉമ്മായും കൂടെ വന്നിട്ട് സ്വർണ്ണക്കടയിൽ വന്ന്, അവിടുത്തെ ഖജാൻജിയുടെ കടയിൽ വന്ന് സ്വർണ്ണമൊക്കെ നോക്കി എല്ലാം റെഡിയായി. അപ്പൊ 1 ലക്ഷം രൂപയും കൊടുത്തു. സ്വർണം കൊടുക്കുന്ന സമയത്ത് ഖജാൻജി പറഞ്ഞു, ഉസ്താദിന്റെ കൈ കൊണ്ട് മേടിക്കാൻ. ഇത്രേ പറഞ്ഞുള്ളൂ. നാളെ ഇമാമ വരും, ജുമാ കഴിഞ്ഞിട്ട് ഇമാമിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ. ഇത്ര പറഞ്ഞിട്ട് സ്വർണം കൊടുത്തില്ല, 1 ലക്ഷം രൂപ കൊടുത്തു. ആ 1 ലക്ഷം കൊണ്ട് അവളാണെങ്കിൽ വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. മുസ്ലിമിന്റെ കൂടെ അല്ല പോയി, അതാ സങ്കടം. മുസ്ലിമിന്റെ കൂടെ പോലും അല്ല പോയത്, ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ വെള്ളിയാഴ്ച രാവിലെ ബർക്കത്തുള്ള ദിവസമല്ല പൊക്കളഞ്ഞു. അല്ലാഹു അക്ബർ.
അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ ഇന്നത്തെ നമ്മുടെ മക്കളുടെ അവസ്ഥ. ചിരിക്കൊന്നും വേണ്ട. മോളോട് ചോദ്യം രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. ഓള് നിന്നെക്കാരും വലിയ തങ്ങളാ, എല്ലാം പഠിച്ചിട്ട് രജിസ്റ്റർ വിവാഹം കഴിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന മക്കളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി. എടാ പള്ളിയുടെ 1 ലക്ഷം പോയത് ആലോചിക്കണ്ട. എല്ലാ വെള്ളിയാഴ്ചയും 4-5 വെള്ളിയാഴ്ച ഈ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി പള്ളിയിലെ ബക്കറ്റിൽ കിട്ടിയ 1 ലക്ഷം രൂപ. ആ പെണ്ണിന്റെ കല്യാണത്തിന് ബിരിയാണി വെക്കാൻ ആള്, ഞാൻ തരാം ഉസ്താദെ ഇറച്ചി, ഞാൻ തരാം ഉസ്താദെ അരി. അവസാനം എല്ലാരും വന്നിട്ട് ഏറ്റു. അവസാനം ഒരാൾ വന്നിട്ട് പറയും എനിക്ക് എന്തെങ്കിലും വേണോ, എനിക്ക് എന്തെങ്കിലും വേണം. അപ്പൊ പറയാം ഒന്നുമില്ലാതെ വന്നപ്പോ അയാള് പറയാ വിറവ് ഞാൻ മേടിച്ചു തരാം. അത്രയ്ക്കും എല്ലാം തീരുമാനിച്ചു വെച്ചു. പക്ഷെ ഒരുത്തന്റെ കൂടെ പോയി. എന്തായെന്ന് എനിക്കറിയില്ല. 1 ലക്ഷവും പോയി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇന്നത്തെ മക്കളുടെ അവസ്ഥയെ ഞാൻ പറഞ്ഞു വന്നത്. അള്ളാഹു സുബ്ഹാനഹു. പിന്നെ വേറൊരു കുട്ടിക്കാണ് ആ പൈസ എല്ലാം കൊടുത്തിട്ട് കിട്ടിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ, സാലിഹത്തായ മക്കളാക്കി തരുമാറാകട്ടെ. ഉറക്കപ്പുറ പെണ്ണുങ്ങളെ അള്ളാഹു സാലിഹത്താക്കി തരുമാറാകട്ടെ. കാരണം ഭർത്താവിന്റെ കഴുത്തറുത്തിട്ട് പോണ പെണ്ണുങ്ങളുടെ കാലമല്ലേ. എടാ പോണെങ്കി പൊക്കൂടെ, എന്തിനാണോ കൊല്ലണേ? നിങ്ങക്ക് പോണെങ്കി പൊക്കോ, പരാതി ഒന്നില്ല. ഭർത്താക്കന്മാർക്ക് ഒരു പരാതിയും കാണത്തില്ല. നിങ്ങൾ ആരുടെങ്കിലും കൂടെ പോവാന്ന് പറഞ്ഞാൽ ചിലർക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്ന് പൊഴിഞ്ഞു കിട്ടിയാൽ മതി നിൽക്കുന്നവരുണ്ട്. നിങ്ങൾ പൊക്കോന്ന് തടയാനൊന്നും ഇല്ല, പൊക്കോളി. മക്കളെയൊക്കെ ഭർത്താവിന്റെ കൈ തന്നെ കൊടുത്തിട്ട് പോകണം കേട്ടോ. എവിടെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടൊന്നും പോകരുത്. ഇന്നിപ്പോ ഞാനിങ്ങനെ ചിന്തിക്കുക, കോട്ടയം ജില്ലയിൽ 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്, 24 വയസ്സുള്ള ഒരു പയ്യനെ പിടിച്ചു. 27 പെണ്ണുങ്ങൾ അവൻ പീഡിപ്പിച്ചു. എല്ലാം വാട്സപ്പും ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ 27 എണ്ണത്തിന്. 24 വയസ്സാന്ന് തോന്നുന്നു. നമ്മുടെ കൗമല്ല, ആകെ സമാധാനത. നമ്മുടെ കൗമല്ല എന്ന് ആലോചിക്കുക. നമ്മുടെ മക്കൾ അത്രയായിപ്പോയി, ബോധമില്ലാതെ പോയി പെണ്ണുങ്ങൾക്ക്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പെങ്ങന്മാരോട് പറയാ, നമുക്ക് പോണെങ്കിൽ പോട്ടാ, പാവപ്പെട്ടന്മാരെ കൊന്നിട്ടൊന്നും പോകരുത്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്താക്കി തരുമാറാകട്ടെ. പറഞ്ഞു ചങ്ങാതി, അള്ളാഹു സാലിഹത്താക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്താക്കി തരുമാറാകട്ടെ. അള്ളാഹു ഈ പാവങ്ങള്, പെണ്ണുങ്ങളെ മാത്രം പറഞ്ഞാൽ പോരാ, അതുപോലെ ഭർത്താക്കന്മാരും കണക്ക് തന്നെ. അറിയാം, രണ്ടുണ്ടല്ലോ. ഭർത്താക്കന്മാരുടെ അവസ്ഥയും പരിതാപകരമായുള്ള അവസ്ഥ അങ്ങനെ ഇതിൻ്റെതുണ്ട്. അള്ളാഹു എല്ലാവരുടെയും കുടുംബജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരെണ്ണത്തിനെ കൊണ്ട് തന്നെ പെടുന്ന ഒരുപാട് പേരുണ്ട്. ഈ 2 എണ്ണമൊക്കെ കെട്ടുന്നവന്മാരുടെ അവസ്ഥ ആലോചിക്കുക. ഒരു പെണ്ണ് കെട്ടുന്നവന്റെ അവസ്ഥ തന്നെ വല്ലാത്ത. എങ്ങനെ ചിലർക്ക് 2. എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ ഒരു പണക്കാരന്റെ വീട്ടിലിരിക്കുമ്പോ ഒരു ഉസ്താദും കൂടെ ഉണ്ട്. അവസാനം ഇറങ്ങിപ്പോകാൻ സമയമായപ്പോ ആ മനുഷ്യൻ ഉസ്താദിനെ അടുത്തേക്ക് വിളിച്ചു. ഉസ്താദിനെ അടുത്തേക്ക് വിളിച്ച് അകത്ത് പോയിട്ട് രഹസ്യം പറയുക. ഈ മനുഷ്യൻ നിന്ന് കരയുക. ഈ മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ ഉസ്താദ് ഇങ്ങനെ നിന്ന് കേൾക്കും, ഇടയ്ക്ക് എന്നെ നോക്കി ചിരിക്കും. ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. ഇയാൾ ഇങ്ങനെ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്. ഇറങ്ങി വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്തേ ഉസ്താദെ, ആ സാധു എന്തോ കരഞ്ഞോണ്ട് പറയണ കേട്ടല്ലേ, എന്താണ്? പറഞ്ഞു, ഉസ്താദിന്റെ പൊന്നു സിറാജ് ഉസ്താദെ, പാവൻ 2 പെണ്ണ് കെട്ടി, 2 ഭാര്യമാരുണ്ട്. ഇപ്പൊ ചെയ്താനെന്ന കടലിന് നടുക്കടക്കണ ഒരാടുന്ന് പെട്ടോണ്ടിരിക്കുക. ആ സാധു തന്റെ വിഷമങ്ങൾ പറഞ്ഞിട്ട് കരയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിച്ചേ? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിച്ചേ? ഞാൻ 3 എണ്ണം കെട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നടക്കാം. ഉസ്താദ് 3 എണ്ണം കെട്ടിയിട്ട് സമാധാനം. അപ്പൊ 2 കാലും മന്തുള്ളവരുടെ അടുക്കൽ വന്ന് പരാതി പറയണ അവസ്ഥയാണ്. പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. മഹാനായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് പെണ്ണുമ്പിള്ളയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഒരു ഭർത്താവ് ഖലീഫയോട് പരാതി പറയാൻ വരിക. ഭർത്താവിന്റെ ഭാര്യയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ഖലീഫയോടൊരു പരിഹാരം ചോദിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ഉമർ തങ്ങളുടെ വീടിന്റെ മുന്നിൽ വരുമ്പോ ഉമർ തങ്ങളെ പെണ്ണുമ്പിള്ള അർശിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുക. ഉമർ തങ്ങളോട് ഭാര്യ വല്ലാത്ത സംസാരം, വരച്ച വീടിനകത്ത് ഭയങ്കര ബഹളം. ഈ സാധുവായ മനുഷ്യൻ ചിന്തിച്ചു, അള്ളാഹുവേ, ഖലീഫയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ പെണ്ണ് തന്നെയാ രാജാവ്, തിരിച്ചു പോവാ. ഇതാ പെണ്ണുങ്ങൾ. അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദുനിയാവിലെ ഭാര്യയെ അള്ളാഹു സ്വർഗത്തിലും ഭാര്യയാക്കി തരുമാറാകട്ടെ. ഒന്ന് കൈവക്കി. വെറുതെ കൈവെക്കാനല്ല പറഞ്ഞേ, ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരെന്ന് വക്കിക്കും. സ്റ്റേജിൽ ഇരിക്കണവരൊന്നും പൊക്കണില്ല. പലരും പൊക്കൂല. കാരണം എന്തേ? ഇവിടെ തന്നെ സഹിക്കുന്നത് പോരാ, ഉസ്താദിന് സ്വർഗത്തിലുണ്ടോ? നിങ്ങൾ എങ്ങനെയാപ്പാ കെട്ടിയ ഭർത്താക്കന്മാരെ സ്വർഗത്തിൽ വേണോ? ഒന്ന് പൊക്കിക്കേ. ഓ,
മലക്കുകളാടാ ഇവിടെ ഉള്ള എല്ലാം കേട്ടാ, എല്ലാ ഹുറിലീങ്ങളാ. ശരി, അള്ളാഹു നമ്മുടെ കുടുംബസമേതം അവിടെ എത്തിക്കുമാറാകട്ടെ. അപ്പം മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകില്ല. 4 കാര്യം ജീവിതത്തിൽ സൂക്ഷിച്ച അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 1 പറഞ്ഞേരട്ടെ, നേരെ ഇരുന്ന് ഇതിലെ കടപ്പുറത്ത് വെട്ടിയിട്ടേക്കണ പോലെ ഇരിക്കാതെ നേരെ ഇരി. ഇങ്ങോട്ട് നോക്കൂ. 1 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അവന് ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല ഉസ്താദെ, പിന്നല്ലേ മുമ്പ്. ഇവിടെ സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല അല്ലേ? അസ്സലാത്തു ഖൈറും മിനൻ നൗ എന്ന് ഇന്ന് ബാങ്ക് വിളിച്ചപ്പോ കേട്ടവരൊക്കെ ഒന്ന് കൈവക്കുക. വേണ്ട എനിക്ക് നാണം കെടാൻ വയ്യ. അസ്സലാത്തു ഖൈറും മിനൻ നൗ എന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നാന്നറിയോ? പള്ളിയിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗ എന്ന് ബാങ്ക് വിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നാ 27-ാം രാവിലെ. അന്നെല്ലാരും പിന്നെ പള്ളിക്കകത്തുണ്ടാവും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരാണോ പെണ്ണോ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളുവെടുക്കണം. 2 സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒളുവെടുക്കണം. 3 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആണുങ്ങൾ പള്ളിക്കകത്ത് കയറിയിരിക്കണം. പിന്നെ നിങ്ങൾ പള്ളിയിൽ പോകരുതെന്ന് പോവാനൊന്നും ചോദിച്ചേക്കരുത്. നിങ്ങൾ പള്ളിയിൽ പോകണമെന്നൊന്നും പറയാതിരിക്കുക. ഏറ്റവും നല്ലത് സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒളുവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാരപ്പായിലിരിക്കുന്ന ഉമ്മ മരിക്കുന്നത് വരെ ഒരുത്തന്റെ മുന്നിലും ഇങ്ങനെ നീട്ടേണ്ടി വരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 കാര്യം പഠിച്ചില്ലേ? 3 കാര്യം പഠിച്ചു. ഇത് സിമ്പിള്. 4മതൊരു കാര്യമുണ്ട്, അതാ പറ്റാത്ത. 4മതൊരു കാര്യമുണ്ട്, അത് നമ്മളെ കൊണ്ട് പറ്റൂല. 4മത്തെ കാര്യം, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് സംസാരിക്കല്ലേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. ഇശാ നമസ്കാരം കഴിഞ്ഞു, വിത്റും കഴിഞ്ഞു, ഹദ്ദാദ് ഓതി, മോദി സാഹിബ് പള്ളിയും പൂട്ടിയിട്ട് ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങി. അപ്പൊ പള്ളിയുടെ മുന്നിൽ ഇറച്ചി തിന്നുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. നമ്മളപ്പോ ഇറച്ചി തിന്നുന്ന സമയം, കടത്തുണ്ടെങ്കിൽ ഇരുന്നിട്ട് വല്ലവന്റെയും പച്ചക്ക് ഇറച്ചി തിന്നുന്ന സമയം ഇല്ലേ? പെണ്ണുങ്ങളൊക്കെ മൊബൈൽ എടുത്തുകൊണ്ട് റൂമിനകത്ത് കയറിയിട്ട് ടവർ കത്തിക്കുക, അംബാനിക്ക് പൈസ കൊടുക്കാനുള്ള പരിപാടി ഇല്ലേ? മൊബൈൽ എടുത്ത് ജിയ എടുത്ത് വെച്ചിട്ട് ചോറ് കഴിച്ചിട്ട് അൽഹംദുലില്ലാ കാമുകനോട് വഅദ് പറയുന്ന സമയം. അധികം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ നേരത്തെ കിടന്നുറങ്ങുക. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കരുത്. സംസാരിക്കാതിരുന്നാൽ അല്ലാഹു നിനക്ക് ഒരു കാലത്തും ദാരിദ്ര്യം തരില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഇശാ നമസ്കാരം കഴിഞ്ഞു, പോയി കിടന്ന് ഉറങ്ങിയേക്കണം. എന്തിനാവശ്യമില്ലാത്ത ചർച്ചകൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ചർച്ചകളാണല്ലോ, എന്തെല്ലാം ചർച്ചകളാ. അല്ലാഹു അലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ ആർക്കും നോട്ടമൊന്നും ഇല്ലല്ലോ. കിട്ടുന്ന മുഴുവനും തിന്നല, ഇറച്ചി തിന്നല, എല്ലാം. ആരെയെങ്കിലും കുറച്ച് തിന്നാൻ കിട്ടിയ ശവന്തിന് ഉറുമ്പുകൾ പോലെ തിന്നാ. നമ്മളൊക്കെ അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ. എല്ലാം കേട്ടു. പെണ്ണുപിടിയനായി, കള്ളനായി, ഇനിയിപ്പം കള്ളു കുടിച്ചെന്ന് കൂടെ പറഞ്ഞാൽ മതി, അത്രയ്ക്ക് കേട്ടോണ്ടിരിക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യന്മാർ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ പറയാ, ഇന്നിപ്പോ രാഷ്ട്രീയക്കാര് പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെണ്ണുങ്ങൾ വിളിക്കുക, പെണ്ണുങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ട് പറയുന്നു വിളിച്ചോളാം, വിളിച്ച് റെക്കോർഡ് ചെയ്യാൻ. കാലെത്തി നോക്കിയേ. പെണ്ണുങ്ങളെ കൊണ്ടുപോലും വളരെ വൃത്തികെട്ട രീതിയിൽ ഇന്ന് അല്ലാഹുവിന്റെ ഉമ്മത്തിലെ പലരും ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെയൊക്കെ ശത്രുക്കൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ ഒന്നും ആക്കിബത്ത് ആരും മനസ്സിലാക്കുന്നില്ല. ഇതിന്റെ ഒന്നും അവസാനം എവിടെ എത്തുന്നു എന്ന് ആരും ചിന്തിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു വൻപാപങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എണ്ണപ്പെട്ട കാര്യമാണ് ഒരു മനുഷ്യന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്തുക. ഒരു മനുഷ്യന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്തുന്ന അല്ലാഹു വൻപാപത്തിൽ എണ്ണപ്പെടുന്ന പാപങ്ങളാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 തെറ്റുകൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്താൽ അവതിനുള്ള ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, 3 പാപങ്ങൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അതിലെ ഒന്നാമത്തെ പാപം എന്തെന്നറിയുമോ? മരണത്തിന് ശേഷമല്ല, ഖബറിന്റെ അകത്തല്ല, പരലോകത്തല്ല, മഹ്ശറിലല്ല, സിറാത്തിലല്ല, മീസാനിലല്ല, നരകത്തിലല്ല, ഈ ദുനിയാവിൽ നിന്ന് മലക്കുൽ മൗത്ത് വന്ന് വിളിച്ചു കൊണ്ടുപോകുന്നതിന് തൊട്ടു മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുന്ന 3 പാപങ്ങളിൽ ഒന്നാമത്തെ പാപഭേദം അറിയുവോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുപടാ. ചെറുപ്പക്കാരാ, ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടോ? ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? മോനെ രക്ഷപ്പെടില്ലടാ. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ഈ ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് നിനക്ക് ശിക്ഷ തരുമെന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന സ്വഹാബാ, 2 വിഭാഗത്തിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മുസ്ലിമേ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? മാതാപിതാക്കളെ തല്ലണ്ട, ചീത്ത വിളിക്കണ്ട, പട്ടിണിക്കിടണ്ട, വീട്ടിൽ നിന്ന് അടിച്ചിറക്കണ്ട. നിന്റെ ഉമ്മാന്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്നോ? നിന്റെ വാപ്പയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? നിന്റെ നാവിൽ നിന്ന് വീണിട്ടുണ്ടോ? അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ ശിക്ഷ, അല്ലാഹു നിന്റെ ആയുസ് വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരുപാട് കാലം നീ ജീവിക്കില്ലടാ. നിന്നെ നടക്കാൻ നിന്നെ റബ്ബ് വിടൂലടാ. ഒരുപാട് കാലം ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നീ നടക്കൂല. അല്ലാഹു നിന്നെ പെട്ടിയിലാക്കുവടാ. നിന്നെ ഖബറിന്റെ അകത്ത് റബ്ബ് കൊണ്ട് ഇറക്കി വെക്കുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഉമ്മ പറയുന്നതനുസരിക്കാത്ത മക്കളുണ്ട്, വാപ്പ പറയുന്നതനുസരിക്കാത്ത മക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ഉമ്മ പോകല്ലേ എന്ന് പറഞ്ഞാ പോകല്ലേടാ പൊന്നുമോര്. ഉമ്മ ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാ പിന്നെ നീ പോകരുത്. പോയാൽ നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? പോയാൽ അല്ല തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന എന്റെ പൊന്നാര പെമ്മക്കള് കേട്ടോ, എടി പൊന്നുമോള്, ഈ ഒളിച്ചോടി പോകുന്നവളുമാരെല്ലാം ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം എന്തെന്നറിയുവോ? പുഴുത്തു നാറി ചത്തുപോകുന്നതിന്റെ കാരണം എന്തെന്നറിയുവോ? പൊന്നുമോളെ, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ ശാപവാ, എന്റെ വാപ്പാനെ വേദനിപ്പിച്ചതിന്റെ ശാപവാ. എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. മോനെ ഫളിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, കൂട്ടുകാർ മുഴുവനും പിതാവില്ലായിരുന്നു, ഉമ്മ മാത്രമേ ഉള്ളൂ. ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൂട്ടുകാര് പറഞ്ഞു, ഫളിലേ, ഞങ്ങളെല്ലാവരും കൂടെ ഉംറയ്ക്ക് പോകുകയാ, നീയും കൂടെ വരുന്നോ? ഞങ്ങളെല്ലാവരും കൂടെ നാളെ ഉംറയ്ക്ക് പോവുകയാണ്, അല്ലാഹുവിന്റെ കഅബാലയം കാണാൻ പോവുകയാ, നീ ഞങ്ങളുടെ കൂടെ വരുന്നോ? ഫളില് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മയോട് ചോദിക്കട്ടെ, എന്റെ ഉമ്മയോട് ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാ. ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കിടന്നിരുന്നു. ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ, എനിക്ക് അല്ലാഹുവിന്റെ കഅബ കാണാൻ മോഹമുണ്ടുമ്മ, എനിക്ക് അല്ലാഹുവിന്റെ കഅബാലയം കാണണമുമ്മ. എല്ലാവരും മക്കത്ത് പോവുകയാ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ? ഉമ്മ പറഞ്ഞു, വേണ്ട മോനെ ഫളിലേ, നീ പോയാൽ എനിക്ക് ആരുമില്ലടാ ഫളിലേ, എന്റെ പൊന്നുമോന് പിന്നെ പോകാ. അവിടെ നിന്ന് ഉമ്മ അനുവാദം കൊടുത്തില്ല. അവസാന പിറ്റേ ദിവസം ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാർ കൂട്ടുകാർ മുഴുവനും ഒരുങ്ങിയിട്ട് കഅബാലയത്തിൽ
ഭാഗത്തിലേക്ക് പോകാൻ കിടന്നു വരികയാണ്. ഫളില് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. എല്ലാവരും കൂടെ കളിയാക്കി, ഫളില് മക്കയിൽ പോകാനാടാ വിളിക്കുന്നത്, ടൂറ് പോകാനല്ല, കള്ളു കുടിക്കാനല്ലോ, സിനിമ കാണാനല്ലോ, കറങ്ങാനല്ലോ, വൃത്തികേടുകൾ ചെയ്യാനല്ലോ, ഫുട്ബോൾ കളി കാണാനല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് മുമ്പേക്ക് പോകാനാ വിളിക്കുന്നത്. ഇതിന് പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫളിലിനെ കളിയാക്കിയിട്ട് പോവുകയാണ്. റബ്ബേ, ഫളിലിന് വല്ലാത്ത ദേഷ്യം വന്നു. വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, ഉമ്മ ഞാനും കൂടെ മക്കയിൽ പോകട്ടെ ഉമ്മ? വേണ്ടടാ മോനെ. അനുവാദം കൊടുത്തില്ല. ഫളിലിന് വല്ലാത്ത ദേഷ്യം വന്നു. അവിടെന്ന് ചിന്തിച്ചു, അല്ലാഹ് ഉംറയ്ക്കാണല്ലോ, നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ. അച്ഛനെ ഉമ്മയുടെ അനുവാദം ചോദിക്കാൻ നിന്നില്ല. വേണ്ട വസ്ത്രങ്ങൾ മുഴുവനും എടുത്തിട്ട് വീട് വിട്ടിറങ്ങുകയാ. ഉമ്മ പറഞ്ഞു, പോകല്ലേടാ പൊന്നുമോരെ, പോകല്ലേടാ പൊന്നുമോരെ. ഉമ്മയുടെ അനുവാദമില്ലാതെ ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട് വിട്ടിറങ്ങുകയാ. കൂട്ടുകാര് മുഴുവനും മുമ്പേ പോയി. ഉമ്മാനെ വേദനിപ്പിച്ചിട്ടാണ് ഇറങ്ങിയത്. പോകുന്ന വഴിയിൽ സമാധാനമില്ല. അവിടെ നിന്ന് ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു പള്ളി കാണുകയാ. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാഹ് നമസ്കരിച്ച മനസമാധാനം കിട്ടുമല്ലോ. കേറിയിട്ട് നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിൽ ഇറങ്ങുമ്പോ നാട്ടുകാർ മുഴുവനും ഓടി വന്നിട്ട് പിടിച്ചു കെട്ടുകയാണ്. കാരണം അവിടെ ഒരു വലിയ മോഷണം നടന്നു. കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാ. യഥാർത്ഥത്തിൽ കള്ളനോടി രക്ഷപ്പെട്ട് കളഞ്ഞു. എല്ലാവരും ഫളിലാണ് കള്ളനെന്ന് പറഞ്ഞിട്ട് വരുന്നവരും പോകുന്നവരും എല്ലാം തല്ലുകയാണ്. എന്നിട്ട് കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? ഇനി ഒരിക്കലും ഇവൻ മോഷ്ടിക്കാൻ പാടില്ല. ചെറുപ്പക്കാരാ, രണ്ട് കൈയുമങ്ങ് മുറിച്ചു മാറ്റിയടാ പൊന്നുമോര്. രണ്ട് കൈയുമങ്ങ് വെട്ടിമുറിച്ചു, രണ്ട് കാലുമങ്ങ് വെട്ടിമുറിച്ചു, രണ്ട് കണ്ണുമങ്ങ് ചൂടുന്നെടുത്തു. ഒറ്റ ദിവസം കൊണ്ട് കൈയും കണ്ണും കാലുമില്ലാതായടാ. എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ, എല്ലാരും കള്ള എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ. എന്റെ ഉമ്മാനെ വേദനിപ്പിച്ചതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. എന്റെ ഉമ്മാനെ വേദനിപ്പിച്ചതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. കൊണ്ടുപോയി വലിച്ചെറിഞ്ഞടാ. വഴിയോരത്ത് മരുഭൂമിയിൽ കിടന്നിട്ട് യാചിക്കുകയാ. എന്റെ ദുനിയാവ് പോയി, എന്റെ ദുനിയാവ് പോയി. മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാനാ. എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് മോഹമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുമോ? വഴിയോരത്ത് കിടന്നിട്ട് രക്തത്തിൽ കിടന്ന് കുളിച്ചുകൊണ്ട് ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യാചിക്കുന്നു, എന്റെ ഉമ്മാന്റെ മുന്നിലൊന്ന് കൊണ്ടുപോകോ, പൊരുത്തം ചോദിച്ചിട്ട് മരിക്കാരോ. അവസാനം ഏതോ യാത്രക്കാരെ ചുമന്നുകൊണ്ട് പറഞ്ഞ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുകയാണ്. അവിടെ നിന്ന് കവാടം തുറന്നൊരു ഉമ്മ ഇറങ്ങി വന്നു. അതാ കൊണ്ടുപോയവർ ചോദിച്ചു, ഉമ്മ ഈ കിടക്കുന്ന ചെറുപ്പക്കാരന് അറിയുമോ ഉമ്മ? അല്ലാഹുവേ, കണ്ണില്ലാതെ കൈയില്ലാതെ കാലില്ലാതെ രക്തത്തിൽ കുളിച്ചിട്ട് ആളാരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയില് വീടിന്റെ മുന്നിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ നോക്കിയിട്ട് ഉമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. അവിടെ നിന്ന് പറഞ്ഞു, എനിക്കറിയില്ല. തന്റെ ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ ഫളില് വിളിക്കുന്നു, ഉമ്മ. പെറ്റ ഉമ്മയുടെ ശബ്ദമങ്ങ് കേൾക്കുമ്പോ ഫളില് വിളിക്കുന്നു, ഉമ്മ. ഞാനാണ് ഉമ്മ. ഉമ്മയുടെ പൊന്നുമോന് ഫളിലാ ഉമ്മ. ഉമ്മാന്റെ വാക്ക് കേൾക്കാതെ ഇറങ്ങിയതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണുമ്മ.
അവിടുന്ന് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കള് അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ, അല്ലാഹു നിന്റെ ആയുസ് വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മോനെ ഉംറയ്ക്ക് പോകുന്നത് പാപമാണോടാ, നല്ല കാര്യമല്ലേടാ. അതിനുപോലും പോയപ്പോ അതിനുപോലും ഉമ്മയുടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിയതിന് ശിക്ഷ ഇതാണെങ്കിൽ നീ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകുമല്ലോ, കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് മുങ്ങുമല്ലോ, സിനിമ കാണാൻ പോകുമല്ലോ, ഗാനമേള കേൾക്കാൻ പോകുമല്ലോ, പൂരപ്പറമ്പുകളിൽ പോകുമല്ലോ, ഫുട്ബോൾ കളി കാണാൻ പോകുമല്ലോ. ഉമ്മാന്റെ അനുവാദമില്ലാതെ പോകല്ലേ മക്കളെ, രക്ഷപ്പെടൂലടാ, രക്ഷപ്പെടൂലടാ. അല്ലാഹു നിന്റെ ആയുസ് ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ വാരം കൊണ്ടുള്ള ഈ കാലക്കൊന്നിലുള്ള പെങ്ങളെ ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എന്നിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി സ്വന്തമായിട്ട് വീട് കെട്ടിയിട്ട് സുഖിക്കാമെന്ന് കരുതുന്ന പെണ്ണ്, നിന്റെ ഭർത്താവിനെയും ഉമ്മാനെയും തല്ലിപ്പിക്കല്ലേ, അവരെ പിണപ്പിക്കല്ലേ, അവരെ പിരിപ്പിക്കല്ലേ. പിരിപ്പിച്ച അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ, നീ നിന്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയപ്പോ സ്വന്തം ഭർത്താവിനെ ഉമ്മാനെ കുറിച്ച് ഉമ്മയും മകനെയും തമ്മിലടിപ്പിച്ചിട്ട് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് വിളിച്ചിറക്കി കൊണ്ടുപോകും. മോനെ പോകല്ലേ എന്ന് പറഞ്ഞാലും നീ നിന്റെ ഭർത്താവിനെ വിളിച്ചിറക്കി കൊണ്ടുപോകുമ്പോ നിന്റെ ഭർത്താവിന്റെ ഉമ്മ കരഞ്ഞത് നീ കണ്ടതല്ലേ, നിനക്കല്ല തരുന്ന ശിക്ഷ. ആ മനുഷ്യന്റെ മയ്യത്ത് നിന്റെ മുന്നിൽ കൊണ്ടുവെക്കുവടി, ആ ഉമ്മ കരഞ്ഞതിന്റെ 10 ഇരട്ടി നീ നെഞ്ചു പൊട്ടിക്കിട്ട് കരയേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ മനസാ വാച വേദനിപ്പിച്ചിട്ടുണ്ടോ, ഒന്ന് നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. 2 മാതാപിതാക്കളെ വേദനിപ്പിച്ച ഒരു കാലത്തും അല്ലാഹു നിനക്ക് നല്ല മരണം തരൂല. ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല. മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ച ഒരുത്തൻ നേരെ ചൊവ്വ മരിച്ച ചരിത്രം പറ. മാതാപിതാക്കളെ വേദനിപ്പിച്ച ഏതെങ്കിലും ഒരുത്തൻ അല്ല നല്ല മരണം കൊടുത്തിട്ടുണ്ടോ? ഇല്ലടാ. കിടന്ന കിടപ്പി കിടന്നു മലമൂത്ര വിസർജനം നടത്തി എല്ലാരും ദുആ ചെയ്യും, നീ ഒന്ന് ചാകാൻ. നിനക്ക് അല്ലാഹു നല്ല ഒരു യാത്ര തരൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ ശിക്ഷ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. ആണുങ്ങളൊക്കെ എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. അതുകൂടെ പറഞ്ഞ് ആ സ്വർഗത്തിലേക്ക് 8 കവാടവും മാടി വിളിക്കുന്ന ആ മനുഷ്യൻ പഠിച്ച ആയത്ത് സൂറത്ത് ഓതിയിട്ട് പിരിയാം. ബിസ്മില്ലാ. ഇങ്ങോട്ട് എടുത്തിട്ടോ, എല്ലാവരും എനിക്കൊന്ന് കാണാനാവും ഇൻഷാ അല്ലാഹ്. വരി എല്ലാവരും, പെണ്ണുങ്ങളൊക്കെ ഇനി നിന്നോ കുറച്ചു നേരം. എഴുന്നേക്ക് ബിസ്മില്ലാ. എല്ലാം എഴുന്നേറ്റോ. ഇനി ഒറ്റ ഒരെണ്ണം ഇരിക്കരുത്. എത്ര വയ്യാത്ത ഉമ്മയാണെങ്കിൽ എഴുന്നേറ്റോ. 500 1000 മാറാൻ പോയി നിന്നില്ലേ ബാങ്കിന്റെ മുന്നിൽ പോയി നിന്നപ്പോ നിനക്കൊന്നും ഒരു അസുഖം ഇല്ലായിരുന്നല്ലോ. ഇനി നിക്ക്. അല്ലാഹുവേ, ആരൊക്കെ നിൽക്കുന്നോ ഇവരുടെ കാല് നീ സിറാത്തിൽ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, പരലോകത്ത് നിന്ന് ഉരുകുന്നവരെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് ഒന്നീ കേറ്, അല്ലെങ്കിൽ ആ കാണുന്ന കവാടത്തിൽ കൂടെ ബിസ്മില്ലാ വിട്ടോ. ഒന്ന് ഇങ്ങ് വാ, അവിടെ നീക്കൊന്നും വേണ്ട, ഇങ്ങ് വാ, എല്ലാരും വാ. ഇത്തിരി പ്രാണികളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. കബറി ഇതിനെക്കാരും ഒരുപാടുണ്ട്. വാ ബിസ്മില്ലാ. പുഴുക്കൾ തിന്നാ ഉള്ളതല്ലേ. വാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് കേറിക്കോ, നിൽക്കണ്ട, പുറത്താരും നിൽക്കണ്ട. ഒന്നീ സ്വർഗത്തിൽ കയറി നിൽക്കില്ലെങ്കിൽ പൊക്കോ. നിന്റെ പെണ്ണുമ്പിള്ളെ മക്കളും കാത്തിരിക്കുന്നുണ്ട്. പോ പാവങ്ങൾ. ഇത്രയും നല്ല ഒരു സദസ്സ് 40 പേരിൽ കൂടുതൽ ദുആഇന്റെ സമയത്തുണ്ടെങ്കിൽ ആ സദസ്സിലെ ദുആഇക്ക് ഇജാബത്തുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. 40 പേരുണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടുന്ന 400 അല്ലേ?
40 അല്ലല്ലോ, ആയിരങ്ങൾ ഈ സദസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ദുആ ചെയ്യുന്ന സമയത്ത് നിനക്ക് ഇതിനകത്ത് കയറി നിന്ന് ആമീൻ പറയാൻ വൈകി നീ വെളിയിൽ നിന്നും പറയണ്ട. കാരണം അത് അഹങ്കാരവാ. അഹങ്കാരം കടുകുമണിയുടെ അളവെങ്കിലും ഉള്ളവന്റെ ആമീനും ദുആയ്ക്കും അല്ലാഹ്ക്ക് വേണ്ട. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാ ഇങ്ങോട്ട് വാ കേറിക്കോ ഇൻഷാ അല്ലാഹ്. പുറത്ത് നിൽക്കുന്ന സംഘാടകർ, ആ റോഡിൽ നിൽക്കുന്ന മക്കൾ, ഒന്നീ നീ കേറി അല്ലെങ്കിൽ മാറി നിൽക്കും. ഇത്രയെങ്കിലും കാണിക്കും. ഒന്നീ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കയറി നിൽക്കണം അല്ലെങ്കിൽ മാറി നിൽക്കണം. അല്ലാഹു ഈമാൻ നൽകുമ്പോൾ ഇങ്ങോട്ട് വാ, നിങ്ങളൊക്കെ വാ, നിങ്ങളെ കാണാൻ പോവാ. നാളെ മുതലുണ്ടോ, നാളെ ചിലപ്പം നവാസ് മന്നാനി ഉസ്താദ് വഴുത് പറയുമ്പോൾ നീ പള്ളിക്കാട്ടി കടന്ന് കേൾക്കേണ്ടി വരും. ഇങ്ങോട്ട് വാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ല കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, നിന്റെ ആയുസ് അല്ലാഹു ചുരുക്കും. 2, നിനക്ക് അല്ലാഹു നല്ല മരണം തരൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3ാമത്തെ ശിക്ഷ എന്താ? ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലായിരുന്നു എൻ്റെ നബിദിനാഘോഷം. അല്ലാഹുവേ, വൃദ്ധസദനത്തിൽ കൊല്ലം ജില്ലയിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വൃദ്ധസദനത്തിൽ പോയി. ഇതുവരെ പോയിട്ടില്ല. അല്ലാഹു നമ്മളെ അവിടെ എത്തിക്കാതിരിക്കുമാറാകട്ടെ. കാരണം വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട, വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട, അവിടെയൊക്കെ തന്നെ അവസാനം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എനിക്ക് ഏറ്റവും വിഷമമുണ്ടായ കാര്യം, ഞാൻ അവിടെ പോയപ്പോ ആകെ 2 മുസ്ലിമീങ്ങളും കണ്ടുണ്ടായിരുന്നു. അവിടെ പെണ്ണുങ്ങൾ ഇരുന്ന് തുടങ്ങിയ പെണ്ണുങ്ങൾ നിൽക്കുക. ഞാൻ അവിടെ ചെന്നപ്പോ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു പാട്ട് പാടാം. ഒരു പെങ്കൊച്ചിനോട് പാട്ട് പാടാൻ പറഞ്ഞു. ആ കൊച്ച് ഒരു പാട്ടൊക്കെ പാടി, നല്ല പാട്ട്, ഉമ്മായെ കുറിച്ചാ പാടിയത്. പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം വിളമ്പാൻ പോയപ്പോ ഈ കൊച്ചിന്റെ അടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും. ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയി. കുറച്ചനെ അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ നോക്കി, ഞാൻ മുസ്ലിമാണോ ഉസ്താദേ? ഞാൻ ഹാഫിളാണ് പറയാ. ആ പെണ്ണ് ഹാഫിളാ. പക്ഷെ ഞാൻ ചോദിച്ചു, നീ എന്താ ഈ കോലത്തി? ആരും ഇല്ലല്ലോ ഉസ്താദെ, ഫർദ പോലും ഇടാനില്ല. അവിടുത്തെ സിസ്റ്റം അങ്ങനെ. അല്ലാഹു ആ പുന്നമോക്ക് അല്ലാഹു ഖുർആൻ ഹൃദയത്തിന്റെ അകത്ത് നിറച്ചു കൊടുക്കുമാറാകട്ടെ. പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ചോറ് വിളമ്പോ, എല്ലാവർക്കും ഭക്ഷണം വിളമ്പോ ഞാനും കൂടി ഇങ്ങനെ വിളമ്പുമ്പോ ഒരച്ഛൻ കസേരയിൽ അപ്പുറത്തിരിപ്പുണ്ട് ഒരു പാത്രവും കൊണ്ട്. ഇപ്പൊ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് ആ അച്ഛൻ 4 മക്കളുണ്ട്, 2 ഡോക്ടർമാരാ, ലണ്ടനിൽ പോയി പഠിച്ചതാ. അതാ ലണ്ടനിൽ ഒരുത്തൻ സ്വർണ്ണക്കടക്കാരനാ. അച്ഛന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, മോൻ ഇത്തിരി ഭക്ഷണം വാരി തരുമോ? ഇപ്പൊ എങ്ങനെ അപ്പൊ വാരി കൊടുക്കാൻ? ഞാൻ വീണ്ടും ഇങ്ങനെ സ്പൂൺ, ഇല്ല കൈ കൊണ്ട് വാരിത്തരാ. ഞാനിങ്ങനെ ഇത്തിരി ഭക്ഷണം വാരി കൊടുത്തപ്പോ ആ അച്ഛൻ എന്റെ കൈ പിടിച്ചിട്ട് ഉമ്മോക്ക. ആ വൃദ്ധസദനത്തിലെ ഓരോ അമ്മമാരും എന്താണെന്നറിയോ, കെട്ടിപ്പിടിച്ച് ഇന്ന് മോനെ ഒന്ന് തൊട്ടോട്ടെ മോനെ, എന്ത് സ്നേഹമെന്നറിയോ. അല്ലാഹുവേ, ഇന്നത്തെ മാതാപിതാക്കളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. അല്ലാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം ഇതൊക്കെ നമ്മളൊക്കെ വീടിന്റെ ATM-കളാ. വീടിന്റെ ATM എല്ലാവർക്കും പൈസ മാത്രം മതി. എല്ലാവർക്കും ATM പൈസ ഇല്ലെങ്കിൽ കണ്ടിട്ടില്ല, കാവൽക്കാരനുണ്ടോ? പട്ടി കയറി കിടക്കും. ATM-ൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ കാവൽക്കാരനും ഇല്ല, ആളുമില്ല. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ മനുഷ്യ 2 മണിക്കൂറത്തെ വയതൊന്നും വേണ്ട നന്നാകാൻ? ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മളെല്ലാവരും മരിച്ച വീട്ടിൽ പോകുന്നവര്. മരിച്ച വീട്ടിൽ പോയിട്ടില്ലേ മനുഷ്യന്മാരെ? പോയിട്ടുണ്ട്. ഒരു രംഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ വയത് പറയുന്ന ഞാൻ ഇന്ന് ഇവിടെ വെച്ചങ്ങ് വീണ് മരിച്ചു പോയാ നിങ്ങൾ എല്ലാവരും എന്നെ കൊണ്ടുപോകത്തില്ലേ? അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ രാമ്യം പറയാൻ ഒരു മടി. നിങ്ങളുടെ കാര്യമല്ല, എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. ഞാൻ ഇവിടെ വെച്ച് മരിച്ച ഷഹീദിന്റെ കൂലിയല്ലേ? ഒരു മനുഷ്യൻ മരിക്കുമ്പോ 40 പേര് നല്ലത് പറഞ്ഞ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇവിടെങ്ങാനും വെച്ച് മരിച്ചു പോയ ഈ കൂടിയതിൽ 40 പേരെങ്കിലും പറയില്ല അവൻ പ്രസംഗിച്ചുകൊണ്ട് ഇന്നപ്പോഴാ പോയെന്ന്. ഒരു നല്ല അത് മതി. വീട്ടിൽ കിടന്ന് മരിച്ചാ കിട്ടുമോ? പറ മനുഷ്യന്മാരെ, വീട്ടിൽ കിടന്ന് മരിച്ചാ കിട്ടുമോ? കിട്ടത്തില്ല. ഉള്ള നേരത്തെ ഇപ്പം പോയാ 15 കൊല്ലം ചെയ്തത് പറഞ്ഞാ മതി. ഞാൻ ഇപ്പം മരിച്ച 17 കൊല്ലം ഞാൻ ചെയ്തത് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞാണെങ്കിലും രക്ഷപ്പെടാം. ഇനി ഒരു 30 കൊല്ലം കൂടെ ജീവിച്ചാലോ? അല്ലാഹു ചിന്തിക്കുമ്പോ തന്നെ വയ്യ. അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം മരിച്ചു പോയാ ചിലപ്പോൾ ഈ ചങ്ങാതിമാരെല്ലാരും കൂടെ ഒരു വണ്ടി വിളിച്ചിട്ട്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ആരെങ്കിലൊക്കെ ആ മഞ്ചേരിക്കാരനൊക്കെ ഉണ്ട്, റഹീമെല്ലാം കൂടെ ഒരു ആംബുലൻസും വിളിച്ച് ലൈറ്റൊക്കെ ഇട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേര് വരും. വീട്ടിൽ കൊണ്ടുപോയി അല്ലാഹു വെള്ള തുണിയിൽ പൊതച്ചിട്ട് ഇങ്ങനെ കടത്തുമ്പോൾ എൻ്റെ ഭാര്യ സുമയ്യ, 2 മക്കളുണ്ട്, സിനാനിനെയും വിളിച്ച് നയ്യിമിനെയും വിളിച്ചിട്ട് എന്റെ മയ്യത്തിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കരയ്യ. ഞാൻ എന്റെ കാര്യം പറയാൻ, നിങ്ങൾ നിങ്ങളുടെ രംഗം ആലോചിക്കണം. നമ്മളെല്ലാവരെയും വീടിന്റെ അകത്ത് ഇങ്ങനെ കുളിപ്പിച്ച് കടത്തിയിരിക്കുക. കുടുംബക്കാരെല്ലാവരും ഇങ്ങനെ ദുഃഖത്തോടെ നിൽക്കുന്നുണ്ട്. ഭാര്യ മയ്യത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയ്യ. എന്ത് പറഞ്ഞിട്ടാ കരയണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ ഭാര്യമാര് മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് എന്ത് പറഞ്ഞിട്ടാ കരയണേ? അല്ലാ, ഇനി എനിക്കും എന്റെ മക്കൾക്കും ഇനി ആരാ അല്ലാ ഉള്ളേ എന്ന് പറഞ്ഞാ, ഇന്നലെ വരെ തിന്നാൻ തന്നത് ഇങ്ങാര് പോയല്ലോ, അല്ല നാളെ മുതൽ ആരാ ഉള്ളേ? നമ്മുടെ ഭാര്യമാർ അപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുന്നത്, പടച്ചവനെ ഇനി എനിക്കും എന്റെ മക്കൾക്കും ആരാ അല്ലാ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഭാര്യ ഇങ്ങനെ കരയാ. അവൾ അപ്പോഴും അവളുടെ കാര്യമാണ് നോക്കണം. നിങ്ങൾ ചിന്തിക്കണം, അപ്പോഴും സ്വന്തം കാര്യമാണ് നോക്കണേ. അവൾക്ക് ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പറപ്പുകളുണ്ട്, കുടുംബക്കാരുണ്ട്, സംഘടനകളുണ്ട്. നമ്മൾ സമ്പാദിച്ചത് മുഴുവൻ അവളുടെ കൈ കൊടുത്തിട്ടാ പോണേ. എന്നിട്ട് അവള് പറയണേ, ഇനി എനിക്കും എന്റെ മക്കൾക്കും ആരാ അല്ലാ ഉള്ളേ? സത്യത്തിൽ സ്നേഹമുള്ള ഒരു ഭാര്യയാണെങ്കിൽ എങ്ങനെ പറയണം, അല്ലാഹുവേ എന്റെ ഭർത്താവിനെ കബറിൽ കൊണ്ട് കുഴിച്ചിടാൻ പോവാ, ഇദ്ദേഹത്തിന് ഇനി ആരാ അല്ലാ ഉള്ളത് എന്നാണ് സത്യത്തിൽ പറയേണ്ടത്. ഇന്ന് വരെ ഒരു പെണ്ണും പറഞ്ഞിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ പറയുമെന്ന് ചോദിച്ചാൽ അറിയത്തുമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. കാര്യം മനസ്സിലായല്ലോ? ഇനി നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നീ മരിച്ച ഒരു 7 അല്ലെങ്കിൽ 11 ഒരു 20 ദിവസമാകുമ്പോൾ നിന്റെ ഭർത്താവിന്റെ അടുത്ത് കൂട്ടുകാരൻ വന്നിട്ട് പറയാ, അളിയ പൊതുജോടിയാ, കല്യാണം ഒന്നും കഴിയാത്ത ഒരെണ്ണം ഉണ്ട്, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയെ, നമുക്കൊന്ന് ആലോചിക്കാം. അളിയ 40 കഴിയാതെ എങ്ങനെയാ കിട്ടുന്നത്? 40 കഴിയാതെ കെട്ടിയ നാട്ടുകാരെന്തെങ്കിലും പറയത്തില്ല, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ നിന്റെ അവസ്ഥയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരെ സ്നേഹിക്കണം. അവനെ വേദനിപ്പിക്കുന്നവൻ ഇന്നെങ്ങനെ പെണ്ണ് കിട്ടി കഴിയുമ്പോ, പണം കൂടി കഴിയുമ്പോ തിരിഞ്ഞു നോക്കൂല. പണം കൂടി കഴിയുമ്പോ ആരാ അല്ലേ, ഒരു നല്ല ഒരു ഗൾഫുകാരന്റെ മകളെ നിനക്ക് ഭാര്യയായി കിട്ടി, ഒരു ഉമ്മയും വാപ്പായും ദുആ ചെയ്തിട്ട് നിനക്ക് ജോലി തന്നെ ആയ, എന്റെ മോന് നല്ലൊരു ജോലി കെട്ടണേ എന്ന് ഉമ്മ തസ്ബീഹ് നിസ്കരിച്ചിട്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ട്, സുജൂദിൽ കടന്ന് കരഞ്ഞ് ദുആ ചെയ്ത് നിനക്കൊരു ജോലി കിട്ടി, നിനക്കൊരു നല്ല പെണ്ണിനെയും കിട്ടി, 2 നില വീടായി, പെറ്റ തള്ളയെ നിനക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, 30, 40, 50 പവൻ നിന്റെ വാപ്പയുടെ രക്തം വെള്ളമാക്കിയിട്ടാ മോളെ, മറന്നു പോകരുത് നീ. നിന്റെ വാപ്പയുടെ രക്തം വെള്ളമാക്കി പട്ടിണി കിടന്നിട്ടാ പണം ഉണ്ടാക്കി നിന്നെ കെട്ടിച്ചു വിട്ടെ. ഇന്ന് നിനക്ക് കുറച്ചു മക്കളും കിട്ടി, ഒരു ഭർത്താവിനെയും കിട്ടിയപ്പം ജന്മം നൽകിയ പിതാവിനെ കണ്ട ദിവസം നിനക്കൊക്കെ ഓർമ്മയുണ്ടോ? സ്വന്തം പിതാവിനെ ഒന്ന് പോയി നോക്കാൻ, സ്വന്തം ഉമ്മാനെ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മാനെ പോയിട്ട്, ഉമ്മ ഒരു ദിവസം ഞാൻ ഉമ്മയുടെ കാലിൽ നിന്ന് നെക്കിത്തരാമെന്ന് പറഞ്ഞു ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ നീ പോയിട്ടുണ്ടോ? സമയമില്ല. ഇന്നാർക്കും സമയമില്ല. മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാൻ സമയമില്ല. അവരെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് വിശേഷം ഒന്ന് ചോദിക്കാൻ. ഇന്നത്തെ ദിവസം ഉമ്മായി വിളിച്ച് എത്ര മക്കളുണ്ട്, ഉമ്മായി വിളിച്ചിട്ട് എത്ര ദിവസമായി പെങ്ങളെ നിന്റെ വാപ്പായി ഒന്ന് വിളിച്ചിട്ട് ഒന്ന് തിരക്കിയിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കൊട്ടാരം പോലെ വീട് പണിതിട്ടിട്ടുണ്ട്. പ്രായം ചെന്ന വാപ്പയും ഉമ്മയും അതിനകത്ത് കിടന്നിട്ടൊന്ന് മൂത്രം ഒഴിച്ചാ, ഒന്ന് കാഷ്ടിച്ച, എടാ അറിഞ്ഞുകൊണ്ട് ആരും അത് ചെയ്യില്ല. നീ ചിന്തിച്ചു നോക്ക്. നിന്റെ ഉമ്മയ്ക്ക് ഒരല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ, നിന്റെ വാപ്പയ്ക്ക് അല്പം ഒരു ബോധം ഉണ്ടെങ്കിൽ, കിടന്ന് മൂത്രമൊഴിക്കോ? കിടന്ന കിടപ്പിൽ കിടന്ന് മൂത്രമൊഴിക്കോ? ഒന്ന് വിസർജിക്കുവോ? അല്ലാഹുവേ, പടച്ചവനെ ഉടനെ പെണ്ണുമ്പിള്ള വന്നിട്ട് പറയും, കൊണ്ട് കളയാൻ എവിടെങ്കിലും എനിക്ക് വയ്യ, വേറെ മക്കളുണ്ടല്ലോ, ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടാൻ വേറെയും മക്കളുണ്ടല്ലോ, എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോ, അല്ലാഹുവേ പടച്ചവനെ, രോഗം പിടിച്ച് വീടിന്റെ അകത്ത്, നിന്റെ കൊട്ടാരത്തിന്റെ ബെഡിന്റെ അകത്ത് അറിയാതെ മൂത്രമൊഴിച്ച ഉമ്മാന്റെ മുന്നിൽ പോയിട്ട് പടച്ചവനെ ഉമ്മാനെ കുത്തുവാക്ക് പറയുന്ന മക്കളുണ്ട്, ഭീഷണിപ്പെടുത്തുന്ന മക്കളുണ്ട്, മാതാപിതാക്കളെ തല്ലുന്ന മക്കളുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര് കേട്ടോ, അല്ലാഹു തരുന്ന 3ാമത്തെ ശിക്ഷ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ ശിക്ഷ, വീടിന്റെ അകത്ത് കിടന്നൊന്ന് മൂത്രമൊഴിച്ച, എടാ കഴുകിയാ പോകത്തില്ലേടാ അനിയ, നിന്റെ ഉമ്മയല്ലേടാ മൂത്രമൊഴിച്ച്, നിന്റെ വാപ്പയല്ലേടാ കാഷ്ടിച്ച്, ആ മനുഷ്യൻ നിനക്ക് വേണ്ടി എത്ര കൊല്ലം പട്ടിണി കിടന്നടാ. നമ്മളെയൊക്കെ പോറ്റി വളർത്തിയ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ ഒന്ന് മൂത്രമൊഴിച്ചാ, ഒന്ന് കഴുകിയ വൃത്തിയാകുമല്ലോ, ഒന്ന് കാർക്കിച്ച് തുപ്പിയാ തുടച്ച വൃത്തിയാകുമല്ലോ. അപ്പോഴും ആ പാവങ്ങളെ കുറ്റപ്പെടുത്തുന്ന മക്കളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാനും നിങ്ങളും എവിടെ കിടന്നാ മൂത്രമൊഴിച്ചത്? ഉമ്മ ബെഡിൽ കിടന്നല്ലേ മൂത്രമൊഴിച്ചത്? ഞാനും നിങ്ങളും ഉമ്മാന്റെ ശരീരത്തല്ലേ മൂത്രമൊഴിച്ചത്? കാഷ്ടിച്ചിട്ടുണ്ടല്ലോ ഉമ്മാന്റെ ശരീരത്ത്, ഉമ്മയുടെ മുഖത്ത് നമ്മൾ തുപ്പിയിട്ടുണ്ടല്ലോ, കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. ഉമ്മാന്റെ ശരീരത്തിലൂടെ മുഖത്തുകൂടെ ഞാനും നിങ്ങളും എത്രയോ പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ട്. ഉമ്മാനെ തല്ലികെട്ടല്ലേ നമ്മൾ? ചെറുപ്രായത്തിൽ നമ്മൾ ഉമ്മാനെ തല്ലികെട്ടുണ്ട്, വാപ്പാനെ തല്ലികെട്ടുണ്ട്. എന്ത് പറഞ്ഞാലും വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞിട്ടില്ലല്ലോ. സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ച് ഉമ്മ തന്ന ഉമ്മാനെ എങ്ങനെ നിനക്ക് കണ്ണുനീര് കുടിപ്പിക്കാൻ കഴിയും?
ആ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ദേഷ്യപ്പെടാൻ കഴിയുന്നു, ആ ഉമ്മയോട് എങ്ങനെ കയർത്ത് സംസാരിക്കാൻ കഴിയുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ്സ് കൊടുക്കും. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ്സ് കൊടുക്കുമാർ. മരണപ്പെട്ടവരുടെ ഖബറുകളും അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ വാപ്പാനെയോ ഉമ്മാനെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ, പട്ടിണി കിട്ടിട്ടുണ്ടെങ്കിൽ, കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, കിളവി എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവെ നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ, നിന്റെ മക്കളും നീ മരിക്കുന്നതിന് മുമ്പ് നിന്നോട് അതുപോലെ തന്നെ തിരിച്ചു ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നീ മരിക്കുന്നതിന് മുമ്പ് നീ എത്ര വേണമെങ്കിലും പഠിപ്പിച്ചോ, എവിടെ കൊണ്ട് വേണമെങ്കിലും പഠിപ്പിച്ചോ, നീ എത്ര നല്ലതുപോലെ വളർത്തിയാലും, എടീ പെറ്റ തള്ളയെ തിരിഞ്ഞു നോക്കാത്ത മോളെ, നീ എത്ര നല്ലതുപോലെ നിന്റെ മോളെ വളർത്തിയാലും നാളെ നിന്റെ മക്കൾ നിന്നെ പുറത്താക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ ഉമ്മ കരഞ്ഞതിന്റെ വേദന അറിയണമെങ്കിൽ നമ്മുടെ സ്വന്തം മക്കള് ചെയ്യണം. വാപ്പാന്റെ നേരെ കൈപൊക്കിയ മോനെ, നിന്റെ ഉപ്പയുടെ നെഞ്ച് പൊട്ടിയ വേദന നിനക്കറിയണമെങ്കിൽ നിന്റെ മോനിന്റെ നേരെ കൈപൊക്കിയിട്ട് തല്ലണം, നിന്നെ പട്ടിണി കിടണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ മാതാപിതാക്കളെ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. കരുണക്കടലായ അള്ളാഹ് നീ പുറത്തു തരണേ, അള്ളാഹ് നീ പുറത്തു തരണേ, അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചവൻ. അവരുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ കൊണ്ട് നീ അത് തിരിച്ചു ചെയ്യിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് നീ അത് തിരിച്ചു ചെയ്യിപ്പിക്കല്ലേ പടച്ചോ. ഞങ്ങളെ കൊണ്ടത് താങ്ങാൻ കഴിയില്ല റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹായ സന്താനങ്ങളാക്കി തരണേ പടച്ചവൻ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹായ സന്താനങ്ങളാക്കി തരണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ സ്നേഹിക്ക്. ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് രോഗം പിടിച്ച് വീടിൻ്റെ അകത്ത് കിടക്കുന്ന വാപ്പാന്റെ കാലി പിടിച്ച് ഉപ്പ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പ എനിക്ക് പുറത്തു തരണേ. ഉമ്മാനോട് ചെല്ല്. മക്കളെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെ മുഖത്ത് നോക്കടാ, ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ ഇന്ന് ആർക്കില്ല. കാരണം ഉമ്മാന്റെ ഗ്ലാമറൊക്കെ പോയി, തൊലിയൊക്കെ ചുളുങ്ങിപ്പോയി, പ്രായം ചെന്നില്ലേ. നമ്മൾ ഉമ്മായിക്ക് ഉമ്മ കൊടുക്കണില്ല, പക്ഷെ ഉമ്മായിക്ക് ആഗ്രഹമുണ്ട് നമുക്കൊന്ന് ഉമ്മ തരാൻ. ആരാ സമ്മതിക്കാം? ആ പ്രായം ചെന്ന തള്ളയുടെ എങ്ങനെ ഉമ്മ വാങ്ങാനല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കണമെന്ന്, രണ്ട് കണ്ണുകൾ കടയിൽ. അള്ളാഹുവേ, നമ്മുടെ ഉമ്മയ്ക്ക് അള്ളാഹു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മാതാപിതാക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് തീരാൻ വേണ്ടി ദുആ ചെയ്യുന്ന കാലവാ. പള്ളി വന്നിട്ട് ഖതീബിനോട് പറയുന്നു, ഉസ്താദേ എന്റെ വാപ്പ രോഗം പിടിച്ച് കിടക്ക, എന്റെ ഉമ്മ രോഗം പിടിച്ച് കിടക്ക, ഒന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുവോ എന്ന് ചോദിക്കുന്ന കാലം. സ്വന്തം ഉമ്മയും വാപ്പയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുടെ കാലവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മക്കളാ. അൽഹംദുലില്ലാഹ്, ഇപ്പൊ സഹചാരി ഇവരും കൂടെ കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് രോഗികൾ, പാവപ്പെട്ടവർ, കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന എത്ര പാവങ്ങളുണ്ടെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവപ്പെട്ടവന് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗം മാടി വിളിക്കുന്ന ഒരു വിഭാഗമാ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവർ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ ഇത്ര രോഗികളുണ്ടെന്നറിയോ? കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ശരീരത്തിന്റെ പുറം ഭാഗത്തെ തൊലികൾ മുഴുവനും പോയിരിക്കുന്ന എത്ര മയ്യത്തുകൾ, ഒന്നും ബാത്റൂമിൽ പോകാൻ പോലും കഴിയാത്ത എത്രയോ രോഗികളുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. ആ പാപങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളൊരു സദക്ക ചോദിക്കാം. നിങ്ങൾ തരുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങൾക്കുള്ളതല്ല. ഈ സദക്ക നിങ്ങൾക്ക് ആർക്കും ഉള്ളതല്ല. നിനക്ക് ജന്മം നൽകിയ നിന്റെ ഉമ്മാനെ നിനക്ക് ഓർമ്മ വരണം, നിന്റെ വാപ്പാനെ നിനക്ക് ഓർമ്മ വരണം. അവരുടെ ഖബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കാൻ അല്ലാഹു ഖബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും കണ്ടു, അൽഹംദുലില്ലാഹ് 10 പവൻ സ്വർണം. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിൽ 2 പാവപ്പെട്ട പെൺകുട്ടികൾക്ക്, 2 യതീമായ, ആരും സഹായിക്കാനില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി അവർ കൊടുക്കാൻ തീരുമാനിച്ചു. അല്ലാഹുവേ, ആരൊക്കെ കൊടുത്തു
അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ, അവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു സദഖ ചോദിക്കാം. നിങ്ങൾ ആരെങ്കിലും തന്നാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറയാം. നീ മരിക്കുമ്പോ സ്വർഗം കണ്ടട്ടെ മരിക്കൂ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ സ്വർഗം കാണണം. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, മരണവേദന വല്ലാത്ത വേദനയാണ്. കിടന്നു മലമൂത്ര വിസർജനം നടത്തി വായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ച് കണ്ണ് തെള്ളിയിട്ട് മൃഗങ്ങൾ കടന്ന് വലിച്ചു ചാകുന്നത് പോലെ അള്ളാഹുവെ മരിക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിലരുടെ മുഖത്ത് നോക്കിയാ പേടിയാ, ഒരു വട്ടമേ നോക്കൂ, പിന്നെ നോക്കാൻ പേടി. കാരണം വായൊക്കെ തുറന്ന് മുഖമെല്ലാം കറുത്ത് കിടക്കുന്നൊരവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നീ മരിക്കുന്ന സമയം സ്വർഗം കണ്ടട്ടെ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്നു പിടയുന്ന സമയത്ത് നിന്റെ അടുക്ക മലക്ക് വന്ന് നിന്നിട്ട് ചോദിക്ക, എന്തിനാടാ കരയണേ? അസ്റായിലിനോട് പറയും, എനിക്ക് മരണവേദന താങ്ങാൻ പറ്റുന്നില്ല അസ്റായിലെ, ഈ സ്വർഗത്തിൽ നീ നോക്കടാ. പാവപ്പെട്ട പെൺകുട്ടിക്ക് നീ കൊടുത്തവനല്ലേ, ഒരു ഗതിയില്ലാത്ത പാവപ്പെട്ട പെമ്മക്കളെ സഹായിച്ചവനല്ലേ, ഭക്ഷണം കൊടുത്തവനല്ലേ, കിടക്കാൻ കിടപ്പാടമില്ലാത്തവന് സഹായം ചെയ്തവനല്ലേ, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവന് നിന്നെ കൊണ്ട് കഴിയുന്നത് കൊടുത്തവനല്ലേ. ജന്ന, നോക്കടാ, ഇതാടാ സ്വർഗം. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം ഇതാടാ. ഈ സ്വർഗത്തിലേക്ക് നീ നോക്കിയിരിക്ക്. റൂഹ് പിടിക്കുന്ന വേദന അറിയില്ല, നിനക്ക് കണ്ടു മരിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒന്ന് മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് മരിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.